ഹലോ സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ SMC സ്ട്രാറ്റജി ഉപയോഗിച്ച് എങ്ങനെയാണ് മാർക്കറ്റിൽ സെൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ SMC സ്ട്രാറ്റജി ഉപയോഗിച്ച്, അതായത് സ്മാർട്ട് മണി കോൺസെപ്റ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് മാർക്കറ്റിൽ ബൈ ഓർഡർ പ്ലേസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാം. ഇതുവരെ ഒരു സ്ട്രാറ്റജി പോലും അറിയത്തില്ലെങ്കിൽ ഈ ഒരു SMC സ്ട്രാറ്റജി ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് മാറാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് തന്നെയാണ് ഞാനും ട്രേഡ് ചെയ്യുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്ന മുമ്പേ ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ SMC സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിൽ എങ്ങനെയാണ് സെൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടില്ലെങ്കിൽ ചാനൽ ചെക്ക് ചെയ്താൽ മതി, ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ SMC സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിൽ എങ്ങനെയാണ് ബൈ ഓർഡർ പ്ലേസ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് 100% ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങൾക്ക് ഇതുവരെ ഒരു സ്ട്രാറ്റജി പോലും ഇല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് നല്ല പ്രോഫിറ്റബിളായിട്ട് മാറാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും, അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്ന മുമ്പേ ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കിയത് മാർക്കറ്റിൽ സെൽ ഓർഡർ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഇതൊരു ബുള്ളിഷ് മാർക്കറ്റിൽ എങ്ങനെയാണ് SMC സ്ട്രാറ്റജി ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യമേ മാർക്കറ്റ് സ്ട്രക്ചർ വരച്ച് മനസ്സിലാക്കാം. മാർക്കറ്റ് സ്ട്രക്ചർ വരയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നതെന്നും അത് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ തൊട്ട് അടയാളപ്പെടുത്തി പോവാം. ഇതാണ് ഹൈ, ഇതാണ് ഹൈ, ഹൈ, ഇതാണ് ലോ. ഓക്കെ, ഈ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണ്. ഈ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് എന്താണ് പറയുന്നത്? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, BOS എന്ന് പറയും. അങ്ങനെ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഒന്നാമത്തെ കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾ എപ്പോഴും ടൈം ഫ്രെയിം 50 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ശേഷം മാത്രം മാർക്കറ്റ് സ്ട്രക്ചർ അടയാളപ്പെടുത്താനായി ശ്രമിക്കുക. 50 മിനിറ്റിലാണ് നമ്മൾ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം മാർക്കറ്റിനെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ എപ്പോഴും 50 മിനിറ്റ് മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം മാർക്കറ്റിൻ്റെ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പുതിയ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ ഒരു ട്രേഡിങ് റേഞ്ചിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ 50 മിനിറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ഈ ഒരു ലോയെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു. പിന്നെ നമുക്ക് 50 മിനിറ്റിൽ ഇതാണ് നമ്മുടെ ഹൈ, ഈ ഹൈ, ഈ ലോ. ഓക്കെ, ഇതാണ് ലോ. പ്രൈസ് ഇവിടം വരെ പോയിട്ടില്ല. ഈ ഒരു ഹൈ ലോ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പം ഇതാണ് നമ്മുടെ 50 മിനിറ്റ് ഹൈ. ഓക്കെ, 50 മിനിറ്റ് ഹൈ, 50 മിനിറ്റ് ലോ. 50 മിനിറ്റ് ലോ. നിങ്ങൾ ഈ ഒരു ട്രേഡിംഗ് റേഞ്ച് മാത്രം നോക്കിയാൽ മതി. ട്രേഡ് ചെയ്യാനായിട്ട് ഈ ഒരു ട്രേഡിംഗ് റേഞ്ച് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഈ സൈഡൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കുക. ഈ സൈഡൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു ഭാഗം മാത്രമേ നോക്കിയാൽ മതി. ഇതൊക്കെ നോയ്സാണ് കേട്ടോ. നിങ്ങൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രേഡിംഗ് റേഞ്ച് മാത്രം നോക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ ഈ സൈഡൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതും യാതൊരു ബന്ധവുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട 50 മിനിറ്റ് നിങ്ങൾക്കൊരു പുതിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. മാർക്കറ്റ് പുതിയൊരു ഹയർ ഹൈ ഉണ്ടാക്കി. ഓക്കെ, ഇത് ഹയർ ഹൈ ആണ്. പുതിയൊരു ഹയർ ഹൈ ഉണ്ടാക്കിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ട്രേഡിംഗ് റേഞ്ച് വരയ്ക്കുക. അതായത് ഇതാണ് 50 മിനിറ്റ് ഹൈ. മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നു. ഓക്കെ, മാർക്കറ്റ് താഴേക്ക് വന്നില്ലേ? മാർക്കറ്റ് താഴേക്ക് ചെറുതായിട്ട് വരാണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത ശേഷം എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഫെബിനാച്ചി, അതായത് ഗ്യാൻ ബോക്സ് എടുക്കുക. ഗ്യാൻ ബോക്സ് ടൂൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തന്ന കഴിഞ്ഞ വീഡിയോയിൽ. ഗ്യാൻ ബോക്സ് ടൂൾ എടുത്ത് ഇങ്ങനെ വരയ്ക്കുക. 50% ആക്കുക. നമ്മളെടുത്ത ട്രേഡിംഗ് റേഞ്ചിൻ്റെ 50 മിനിറ്റ് ആക്കുക. അതായത് നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ നേരത്തെ 50 മിനിറ്റ്
50 മിനിറ്റിൻ്റെ ഹൈയും ലോയും അത് തമ്മിൽ കണക്ട് ചെയ്യുക. ഗ്യാൻ ബോക്സിന് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ നേരെ ടൂൾസിൽ പോവുക. ടൂൾസിൽ പോയ ശേഷം ഇവിടെ കാണാൻ സാധിക്കും ഗ്യാൻ ബോക്സ്. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഗ്യാൻ ബോക്സ് സെറ്റിങ്സിൽ പോയിട്ട് ഈ ഒരു സെറ്റിങ്സ് ആക്കുക 0, 1, 0.5. പിന്നെ ബാക്കിയെല്ലാം അൺക്ലിക്ക് ചെയ്തിട്ട് മാറ്റിക്കളയുക. ഇത് മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഇത് കിട്ടും നിങ്ങൾക്ക്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിലും വരുന്നത്. അതായത് ഗ്യാൻ ബോക്സിൻ്റെ 50% മുകളിലത്തെ ഭാഗത്തിന് നമ്മൾ പ്രീമിയം എന്നും അതേപോലെ താഴത്തെ ഭാഗത്തിന് നമ്മൾ എന്താ പറയുക, ഡിസ്കൗണ്ട് എന്നും പറയും. ഡിസ്കൗണ്ട്, പ്രീമിയം. അപ്പോൾ പ്രീമിയം ഡിസ്കൗണ്ട് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു സാധനം വിൽക്കാനുണ്ടെങ്കിൽ നമ്മൾ പ്രീമിയത്തിൽ നിന്നേ വിൽക്കുകയുള്ളൂ. അതായത് മാർക്കറ്റ് ബെയറിഷ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൈസ് മുകളിലേക്ക് വന്ന് ഈ ഒരു സെക്ഷനിൽ നിന്ന് മാത്രമേ നമ്മൾ താഴെ സെല്ല് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ബുള്ളിഷ് ആകുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്? നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങാനുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ടിൽ നിന്നേ വാങ്ങത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിസ്കൗണ്ടിലുള്ള ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്ത് ഓർഡർ ബ്ലോക്ക് വലിച്ചു വയ്ക്കുക. ഇവിടെ നമുക്ക് എന്തൊക്കെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്? ഇവിടെ ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, ഇതൊരു ഓർഡർ ബ്ലോക്ക്. ഇത് ഞാൻ വലിച്ചു വെച്ചു. ഈ ഒരു ഓർഡർ ബ്ലോക്ക് വലിച്ചു വെച്ചു. പിന്നെ നോക്കിയേ, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഇല്ലേ? ഇവിടെ ഞാൻ ഈ ഒരു ഓർഡർ ബ്ലോക്കും വലിച്ചു വെച്ചു. അങ്ങനെ 2 ഓർഡർ ബ്ലോക്ക് കിട്ടി. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വെയിറ്റ് ചെയ്യുക. നിങ്ങളിന്ന് ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക. എന്തിന് വെയിറ്റ് ചെയ്യണം? ഈ ഒരു പ്രൈസ് വന്നിട്ട് നിങ്ങൾ ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതായത് പ്രൈസ് വന്ന് ഈ ഒരു ഇതിൽ ടാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വെയിറ്റ് ചെയ്തു. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ എന്താണ്? ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ പ്രൈസ് വന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇനി ഇവിടെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യണം. നമുക്കറിഞ്ഞൂടാ ഈ ഒരു ഓർഡറിൽ ടാപ്പ് ചെയ്ത ശേഷം പ്രൈസ് മുകളിലോട്ട് പോകും നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കൊരു കൺഫർമേഷൻ വേണം. അതായത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് ഇത് ടാപ്പ് ചെയ്ത ശേഷം നമുക്ക് ഉടനെ ഓർഡർ എടുക്കാൻ പറ്റുമോ? ഓർഡർ എടുക്കാൻ പറ്റും. അതൊരു റിസ്ക് എൻട്രി, നമുക്കത് SMCക്ക് അത് റിസ്ക് എൻട്രി എന്ന് പറയും. പക്ഷെ നമുക്ക് യാതൊരു ഇതുമില്ല. നമുക്ക് പ്രൈസ് മുകളിലേക്ക് പോകുമെന്ന് യാതൊരു കൺഫർമേഷനും ഇല്ല. ഇവിടെ നമ്മൾ ഓർഡർ എടുക്കുകയാണെങ്കിൽ തന്നെ നോക്കിയേ എത്ര വലിയ റിസ്ക് റിവാർഡായിരിക്കും വരുന്നത്. എത്രയും വലിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും ഇതിന് വേണ്ടി വരുന്നത്. 50 മിനിറ്റിൽ ഓർഡർ എടുക്കുകയാണെങ്കിൽ വലിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു കൺഫർമേഷൻ വേണം. നമുക്ക് പ്രൈസ് മുകളിലേക്ക് പോകാമെന്ന് കൺഫർമേഷൻ വേണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരെ 1 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇപ്പം നമ്മൾ ഓർഡർ ബ്ലോക്ക് ചെയ്ത് പ്രൈസ് ടാപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നേരെ 1 മിനിറ്റിലേക്ക് പ്രൈസ് ഷിഫ്റ്റ് ചെയ്തിട്ട് ശേഷം ഇവിടെ നമ്മൾ പോയപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും 1 മിനിറ്റിലെ സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കും. 1 മിനിറ്റ് നമുക്ക് കാണാൻ സാധിക്കും പ്രൈസ് നല്ല ബെയറിഷാണ്. ഇവിടെ പ്രൈസ് നല്ല ബെയറിഷായിട്ട് വരിക. അപ്പോൾ ഇത്രയും ബെയറിഷായിട്ട് വരുന്ന പ്രൈസിനകത്ത് പോയിട്ട് നമുക്ക് പെട്ടെന്ന് ബൈ ചെയ്താൽ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ലോസ് അടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ബെയറിഷാണ്. പിന്നീട് ഏതാണ്? ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തു. ഇതാണ് അവസാനത്തെ ലോ. ഈ ഒരു അവസാനത്തെ ലോ, ഇതാണ് അവസാനത്തെ ഹൈ. ഈ ഹൈ ബ്രേക്ക് ചെയ്തില്ലേ? ബ്രേക്ക് ചെയ്തപ്പോൾ എന്താ നമ്മൾ പറയുന്നത്? ഇതിന് മാർക്കറ്റ് ഷിഫ്റ്റ് എന്ന് പറയും. അതായത് സെയിം 50 മിനിറ്റിലെ സാധനം തന്നെയാണ്, 50 മിനിറ്റിൽ കാണിക്കുന്ന സാധനം തന്നെയാണ് 1 മിനിറ്റിലും കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 മിനിറ്റിൽ ഒരു മാർക്കറ്റ് ഷിഫ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം 1 മിനിറ്റിൽ നമുക്കിവിടെ ഒരു മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടി. മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ പ്രൈസ് ബെയറിഷിൽ നിന്ന് ബുള്ളിഷായി മാറിയെന്ന്. പ്രൈസ് എത്ര ബെയറിഷായിട്ട് വന്നു. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടി. ഇനി നമുക്കിവിടെ ഓർഡർ പ്ലേസ് ചെയ്യണം. ഓർഡർ പ്ലേസ് ചെയ്യാൻ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
ഒന്നാമത്തെ കാര്യം നമുക്ക് 1 മിനിറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാം. നമുക്കൊരു ലിമിറ്റ് ഓർഡർ വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് 5 മിനിറ്റിലോ 3 മിനിറ്റിലോ വയ്ക്കാം. ഞാൻ 5 മിനിറ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്നത് 5 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് വെച്ച് തരാം. അപ്പോൾ 5 മിനിറ്റിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എത്രയും വലിയൊരു ഓർഡർ ബ്ലോക്കാണ് വരുന്നത്. നോക്കിയേ, ഇതാണ് സെല്ല് ടു ബൈ ക്യാൻഡിൽ. അതായത് ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അവസാനത്തെ സെല്ല് ടു ബൈ ക്യാൻഡിലാണ് നമ്മളിവിടുത്തെ ഓർഡർ ബ്ലോക്ക്. നോക്കിയേ, ഇതല്ലേ അവസാനത്തെ ഓർഡർ ബ്ലോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, 2 കാര്യങ്ങൾ ചെയ്യാം. ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഓപ്പണിൽ വേണമെങ്കിൽ ഓർഡർ ബ്ലോക്ക് വെച്ചിട്ട് ഈ ഒരു ഇവിടെയായിട്ട് ആ ഓർഡർ ബ്ലോക്കിൻ്റെ താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ടാർഗറ്റ് ഹൈ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഓർഡർ ബ്ലോക്കിൻ്റെ 50% വേണമെങ്കിൽ ഓർഡർ ബ്ലോക്ക് വയ്ക്കാം. വെച്ച ശേഷം ആ സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ കുറയ്ക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, റിസ്ക് റിവാർഡ് 6 ആണ് വരുന്നത്. 1:6 ആണ് നമുക്ക് റിസ്ക് റിവാർഡായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 50% വയ്ക്കുകയും ചെയ്യാം. നമുക്ക് ടാർഗറ്റ് എവിടെ കൊടുക്കാം? ടാർഗറ്റ് ഈ ഹൈ കൊടുക്കാം. ഈ ഹൈ എന്തായാലും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമല്ലോ, കാരണം ഇത് ബുള്ളിഷാണ്. ബുള്ളിഷിൽ മാർക്കറ്റ് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്താണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കി നമ്മളിപ്പോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തോ? തീർച്ചയായിട്ടും ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഇത്തരത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ഓർഡർ എടുത്ത് നമുക്ക് പഠിക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ ബുള്ളിഷ് മാർക്കറ്റിൽ പോയ ശേഷം പുതിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി ട്രേഡിംഗ് റേഞ്ച് വലിച്ച് പഠിക്കുക. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞത് കൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ അധികമായിട്ട് വീഡിയോ വലിച്ചു നീട്ടി പോകാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ മാർക്കറ്റിൽ വലിച്ച് അടയാളപ്പെടുത്തി പഠിക്കുക. അപ്പം അടുത്ത വീഡിയോ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.